നടക്കേണ്ടിയിരുന്ന നീറ്റ് PG പരീക്ഷ അവസാന നിമിഷം മാറ്റിവെക്കാൻ കാരണം ചോദ്യപേപ്പർ ചോർന്നുവെന്ന സംശയം. ഇടനിലക്കാർ വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ടതായി ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. പരീക്ഷാ ബോർഡ് പോലീസിൽ പരാതി നൽകി. നീറ്റ് പുനഃപരീക്ഷ വേണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പ്രതിഷേധിക്കുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഈ നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതരത്തിലുള്ള പ്രതിഷേധം കണ്ടിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരിട്ട് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രതിഷേധിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ. ഇവരുടെ ആവശ്യം പരീക്ഷ എത്രയും വേഗം നടത്തണം എന്നുള്ളതാണല്ലോ. ഒപ്പം തന്നെ ഈ മറ്റൊരു പരീക്ഷ മാറ്റിവെച്ചത് ചോദ്യപേപ്പർ ചോർച്ച എന്ന സംശയത്തെ തുടർന്നാണ്. അപ്പോൾ സർവത്ര ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണോ കണ്ടെത്തൽ? തീർച്ചയായിട്ടും പ്രവിത, കാരണം ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന നീറ്റ് PG പരീക്ഷ മാറ്റിവെക്കുന്നതായിട്ടുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പുണ്ടാകുന്നത്. പക്ഷേ അതിൽ യാതൊരു തരത്തിലും ഈ ചോദ്യപേപ്പർ ചോർന്നതായോ ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പരാമർശിച്ചിട്ടില്ല. പകരം ഈ നിലവിൽ നടന്നിട്ടുള്ള ചില ക്രമക്കേടുകൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ പരീക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ വിലയിരുത്തിയ ശേഷം ഉടൻ തന്നെ പുതുക്കിയ തീയതി അറിയിക്കുമെന്നായിരുന്നു ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ നിലവിൽ വരുന്ന ചില സൂചനകൾ ഈ പരീക്ഷാ പേപ്പർ ചോർന്നതായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം ഈ പരീക്ഷാ ബോർഡ്, മെഡിക്കൽ പരീക്ഷാ ബോർഡ് നടത്തിയ ചില പരിശോധനകൾ, ചില സമൂഹ മാധ്യമങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് നടത്തിയ പരിശോധനയിലാണ് ചില തട്ടിപ്പുകാർ ഈ ചോദ്യപേപ്പർ നൽകാമെന്ന് അറിയിച്ചുകൊണ്ട് ചില വിദ്യാർത്ഥികളുമായുള്ള ബന്ധപ്പെട്ടതായി ഉള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ടെലഗ്രാമിലൂടെയാണ് ഇത്തരം തട്ടിപ്പ് നടന്നത് എന്നുള്ള കണ്ടെത്തലുമുണ്ട്. എന്തായാലും ഇപ്പോൾ പരീക്ഷാ ബോർഡ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. കൂടാതെ തന്നെ നേരത്തെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ മഹാരാഷ്ട്രയിൽ 2 അധ്യാപകരെ ഇപ്പോൾ ATS കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. എന്നാൽ രാജ്യത്തെ തെരുവുകളിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. ഞാനിപ്പോൾ ഉള്ള ജന്തർ മന്ദറിലാണ്. ഇവിടെ രാജസ്ഥാനിലും ഡൽഹിയിൽ നിന്നും അടക്കമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഇവിടെ എത്തി പ്രതിഷേധിക്കുന്നത്. അവർ പറയുന്നത് രാജസ്ഥാനിൽ നിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഡൽഹിയിലെത്തി പ്രതിഷേധിക്കുന്നത്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.